നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ചുവപ്പ് സേന പരേഡോടെ CPI ജില്ലാ സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. പൊതുസമ്മേളനം CPI ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്തു. രാജ്യമാകെ ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുകയും അതേസമയം അവർക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ട മുഖം തെളിഞ്ഞതായി D. രാജ. പൊട്ടിവീണ വൈദ്യുതി കേബിളിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികർക്ക് പരിക്ക്. ശാസ്താംകോട്ട കരുനാഗപ്പള്ളി റോഡിൽ മൈനാഗപ്പള്ളി പുത്തൻ ചന്തയിലായിരുന്നു അപകടം. തഴവ സ്വദേശികളായ സഹോദരങ്ങൾക്കാണ് പരിക്കേറ്റത്. ഭരണിക്കാവിൽ ഗതാഗത പരിഷ്കാരം പ്രാബല്യത്തിൽ. ശാസ്താംകോട്ട പഞ്ചായത്ത്, പോലീസ്, ഗതാഗത വകുപ്പ് എന്നിവ സംയുക്തമായാണ് പരിഷ്കാരം നടപ്പാക്കുന്നത്. ജംഗ്ഷനിൽ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിച്ചു. കാർട്ടൂണിസ്റ്റ് ശങ്കർ അനുസ്മരണം കായംകുളത്ത്. ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി എൻ ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചനയും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ചുവപ്പ് സേന പരേഡോടെ CPI ജില്ലാ സമ്മേളനത്തിന് തുടക്കം. ചുവപ്പ് സേന പരേഡ് ജില്ലാ സെക്രട്ടറി PS സുബാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുസമ്മേളനം D. രാജ ഉദ്ഘാടനം ചെയ്തു. രാജ്യമാകെ ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുകയും അതേസമയം അവർക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ട മുഖം തെളിഞ്ഞതായി D. രാജ പറഞ്ഞു. CPI കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. സമ്മേളനത്തോടനുബന്ധിച്ച് ചുവപ്പ് സേന പരേഡും നടന്നു. ആശ്രാമം മൈതാനിയിൽ നിന്നും ആരംഭിച്ച പരേഡ് ജില്ലാ സെക്രട്ടറി PS സുബാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. CPI ജനറൽ സെക്രട്ടറി D. രാജ സല്യൂട്ട് സ്വീകരിച്ചു. പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. രാജ്യമാകെ ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുകയും അതേസമയം അവർക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ടമുഖം തെളിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളുടെ കൂടെയാണെന്ന് പറയുന്ന BJP വ്യാജ പ്രചരണം നടത്തുകയാണ്. രാജ്യത്തെമ്പാടും ന്യൂനപക്ഷങ്ങളെ RSS BJP സംഘം വേട്ടയാടുമ്പോൾ അതിനെതിരെ അപലപിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ആദിവാസികളെയും താഴെത്തട്ടിലുള്ളവരെയും വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുകയാണ് ഫാസിസ്റ്റ് ഭരണകൂടമെന്നും അദ്ദേഹം പറഞ്ഞു. Since beginning, we were fighting for India should emerge as a democratic republic. A secular democratic republic. India should remain as a secular democratic nation. Indian state should remain as a secular democratic state. PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ G. ലാലു, കൊല്ലം മണ്ഡലം സെക്രട്ടറി A. രാജീവ് എന്നിവർ സംസാരിച്ചു. ലോഗോ തയ്യാറാക്കിയ S. ശരത്തിന് ജനറൽ സെക്രട്ടറി സ്നേഹോപകാരം നൽകി. K. പ്രകാശ് ബാബു, KR ചന്ദ്രമോഹനൻ, മന്ത്രി J. ചിഞ്ചുറാണി, മുല്ലക്കര രത്നാകരൻ, R. രാജേന്ദ്രൻ, ചിറ്റയം ഗോപകുമാർ, അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, MS താര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊട്ടിവീണ വൈദ്യുതി കേബിളിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികർക്ക് പരിക്ക്. ശാസ്താംകോട്ട കരുനാഗപ്പള്ളി റോഡിൽ മൈനാഗപ്പള്ളി പുത്തൻ ചന്തയിലായിരുന്നു അപകടം. തഴവ സ്വദേശികളായ സഹോദരങ്ങൾക്കാണ് പരിക്കേറ്റത്. പൊട്ടിവീണ വൈദ്യുത കേബിൾ കുരുങ്ങിയാണ് സ്കൂട്ടർ മറിഞ്ഞ് സഹോദരങ്ങൾക്ക് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5ഓടെ ശാസ്താംകോട്ട കരുനാഗപ്പള്ളി പാതയിൽ മൈനാഗപ്പള്ളി പുത്തൻചന്തയിലായിരുന്നു അപകടം. തഴവ സ്വദേശികളായ ആർച്ച, ഗൗതം എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്ക് സാരമുള്ളതല്ല. ഓടിക്കൂടിയ വ്യാപാരികളും പ്രദേശവാസികളും ചേർന്ന് ഇവരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെത്തി തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പാതയിലെ വൈദ്യുത തൂണിൽ നിന്ന് സമീപത്തെ കടയിലേക്ക് വലിച്ചിട്ടുള്ള കേബിൾ പൊട്ടിക്കിടക്കുകയായിരുന്നു. ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കേബിളിന്റെ അഗ്രം സ്കൂട്ടർ ഓടിച്ചിരുന്ന ആർച്ചയുടെ കഴുത്തിൽ കുരുങ്ങി.
പെട്ടെന്ന് സ്കൂട്ടറിന്റെ നിയന്ത്രണം വിട്ട് ഇരുവരും വീഴുകയായിരുന്നു. വാഹനത്തിനും വേഗം കുറവായതിനാലാണ് ദുരന്തം ഒഴിവായത്. തിരക്കുള്ള പാതയിൽ കേബിൾ പൊട്ടിക്കിടന്നത് അറിയാതിരുന്നത് KSEBയുടെ വീഴ്ചയാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഭരണിക്കാവിൽ ഗതാഗത പരിഷ്കാരം പ്രാബല്യത്തിൽ. ശാസ്താംകോട്ട പഞ്ചായത്ത്, പോലീസ്, ഗതാഗത വകുപ്പ് എന്നിവ സംയുക്തമായാണ് പരിഷ്കാരം നടപ്പാക്കുന്നത്. ഇനി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ കൂടി കടന്നുപോകുന്ന സ്വകാര്യ വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും. ജംഗ്ഷനിൽ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ ശ്രമഫലമായി ഭരണിക്കാവ് ജംഗ്ഷനിലെ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുന്നത്. ജംഗ്ഷനിൽ കൂടി കടന്നുപോകുന്ന 4 റോഡിലെയും ബസ് സ്റ്റോപ്പുകൾ നിരോധിച്ചു. ചക്കുവള്ളി ഭാഗത്തു നിന്നും സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇനി മുതൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ പടിഞ്ഞാറ് വശത്തുകൂടി കയറി അതുവഴി തന്നെ തിരികെ പോകണം. കരുനാഗപ്പള്ളിയിൽ നിന്നും കടമ്പുഴ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ചക്കുവള്ളി റോഡ് ഗേറ്റ് വഴി സ്റ്റാൻഡിൽ പ്രവേശിച്ച് അടൂർ ഗേറ്റ് വഴി, അടൂർ കൊട്ടാരക്കര ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ കിഴക്കേ ഗേറ്റ് വഴി പ്രവേശിച്ച് ചക്കുവള്ളി റോഡ് വഴി തിരിച്ചു പോരണം. ഭരണിക്കാവിൽ സർവീസ് അവസാനിപ്പിക്കുന്ന ബസ്സുകൾ ശാസ്താംകോട്ട റോഡരികിൽ പാർക്ക് ചെയ്യാനും ഇനി മുതൽ അനുവദിക്കില്ല. ശാസ്താംകോട്ട DYSP മുകേഷ് JB, SHO അനീസ്, കുന്നത്തൂർ ജോയിന്റ് RTO സുജീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗതാഗത പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി തുടങ്ങി. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭരണിക്കാവിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളൊരു 3-4 ദിവസം കൊണ്ട് ഇത് പൂർണ്ണമായ രീതിയിൽ ആവും. അത് ഈ നാട്ടുകാർക്ക് എല്ലാം ഗുണകരമാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട കുന്നത്തൂർ MLA, ഇവിടുത്തെ മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, പോലീസ്, മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് സഹകരിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുള്ളത്, സിഗ്നലിനകത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ ടൈമർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമർ പൂർണ്ണമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് അവിടുത്തെ പൂർണ്ണമായി ഭരണിക്കാവ് ഒരു ഗതാഗതക്കുരുക്കിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകും. നമുക്ക് ഇതിനകത്ത് 4 റോഡുകളിലും സർവീസ് നടത്തുന്ന KSRTC സ്വകാര്യ ബസ്സുകൾ എന്നിവ പോലീസ്, പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വഴി തിരിച്ചുവിട്ടു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ കർശന നിയന്ത്രണത്തിലാകും തുടർന്നുള്ള ദിവസങ്ങളിലെയും സ്റ്റാൻഡിലെയും പ്രവർത്തനങ്ങൾ. സ്റ്റാൻഡ് വഴി യാതൊരു സ്വകാര്യ വാഹനങ്ങളും ഇനി കടത്തിവിടുകയില്ല. ഇതുവഴി കടന്നുപോകാനെത്തിയ സ്വകാര്യ വാഹനങ്ങൾക്ക് പോലീസ് അന്ത്യശാസനം നൽകി. അടുത്ത ദിവസം മുതൽ കർശന നടപടി സ്വീകരിച്ചു തുടങ്ങും. ഭരണിക്കാവിലുള്ള ട്രാഫിക് സിഗ്നൽ ശരിക്കും അത് അല്പം അശാസ്ത്രീയമായിട്ടാണ് അതിൻ്റെ നിർമ്മാണമെങ്കിലും നമുക്കിപ്പം നിലവിലതൊന്നും ചെയ്യാൻ കഴിയില്ല. വരുന്ന ഏതാനും നാളുകൾക്കകം അത് PWDയുമായും അതുപോലെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ടൊക്കെ ആലോചിച്ച് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്താം. അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായും ഭരണിക്കാവിലെ ഗതാഗതക്കുരുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതേസമയം അപര്യാപ്തതയുടെ നടുവിലാണ് ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. 100 കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന സ്റ്റാൻഡിൽ ആളുകൾക്ക് വെയിലും മഴയും ഏൽക്കാതെ നിൽക്കാൻ ആകെ 10 പേർക്ക് പോലും നിൽക്കാനാകാത്ത ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് മാത്രമാണുള്ളത്. ഇതും ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്. സ്റ്റാൻഡിന് ചുറ്റും വളർന്നു കിടക്കുന്ന കാടും വെള്ളക്കെട്ടും പഞ്ചായത്ത് സ്റ്റാൻഡിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. കൂടാതെ അടൂർ റോഡിലെ ചെങ്കുത്തായ കയറ്റം പ്രധാന റോഡിൽ കൂടി കടന്നുപോകുന്ന വാഹനങ്ങളുമായി അപകട ഭീഷണിയും ഉയർത്തുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കാർട്ടൂണിസ്റ്റ് ശങ്കർ അനുസ്മരണം കായംകുളത്ത് നടത്തി. ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി എൻ ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് നടത്തി. കാർട്ടൂണിസ്റ്റ് ശങ്കർ അനുസ്മരണം കായംകുളം ലളിതകലാ അക്കാദമിയുടെ കാർട്ടൂൺ മ്യൂസിയത്തിൽ നടത്തി. ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി എൻ ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തനവും പരസ്പരം സമ്മേളിക്കുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് കാർട്ടൂൺ. കാർട്ടൂണിൻ്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് സറ്റയറാണ്, ആക്ഷേപഹാസ്യം. പരിഹസിക്കുക എന്നത് അതിൻ്റെ ദൗത്യം. ആ പരിഹാസനാമത്തെ സമൂഹ നന്മയ്ക്ക് ഏൽപ്പിക്കുന്ന ഒരു പ്രഹരം. നിരന്തരമായ തരം പ്രഹരങ്ങൾ കൊണ്ട് സവിശേഷമായ ഒരു മാനം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, കാർട്ടൂണിസ്റ്റ് എന്ന സവിശേഷ പ്രതിഭയ്ക്ക് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു വിശേഷ ഗുണം അദ്ദേഹത്തിൻ്റെ നിലപാടാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം.
അത് നിസ്വരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന രാഷ്ട്രീയവും താല്പര്യങ്ങളുടെ രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. മുതിർന്ന കാർട്ടൂണിസ്റ്റും കാർട്ടൂൺ അക്കാദമിയുടെ മുൻ ട്രഷററുമായ മോഹനചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല, വാർഡ് കൗൺസിലർ ബിനു അശോകൻ, കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി എ സതീഷ്, കാർട്ടൂൺ നിർവാഹക സമിതി അംഗം പി സുരേഷ്, കാർട്ടൂൺ എക്സിക്യൂട്ടീവ് അംഗം ഹരിദാസ്, കാർട്ടൂൺ അക്കാദമി അംഗം കാർത്തിക കറ്റാനം, ജ്യോതി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി രോഹിണി ഉദ്ഘാടനം ചെയ്തു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി രോഹിണി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ 2025-26 സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ 50 കുടുംബങ്ങൾക്ക് 5 കോഴിയെ വീതം, അതായത് 45 ദിവസം വളർച്ചയുള്ള കോഴികളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൊടുക്കുന്നത്. മുട്ട ഗ്രാമം പദ്ധതിയിലൂടെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. ഇത് വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. വേണുഗോപാൽ എസ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി, രാജീവ് കുമാർ, ഉഷ പുഷ്കരൻ, ത്രിദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. തേവലക്കരയിൽ മിഥുന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ കൂടുതൽ നടപടി ആവശ്യമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പടിഞ്ഞാറേ കല്ലടയിലെ മിഥുന്റെ വീട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. KSEB പ്രഖ്യാപിച്ച സഹായവും മന്ത്രി കൈമാറി. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. മിഥുന്റെ പടിഞ്ഞാറേ കല്ലട വിളന്തറയിലെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സംഭവത്തിൽ കൂടുതൽ പരിശോധന നടത്തുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഞാൻ വരുമ്പോഴാണ് ഓർഡർ കണ്ടത്, അതിനാണല്ലോ ഓർഡർ ഇറക്കി. ഇനി എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് എനിക്ക് ഒഫീഷ്യൽ റിപ്പോർട്ട് വന്ന ശേഷമല്ലേ നോക്കാൻ പറ്റുള്ളൂ. അത് നോക്കിയിട്ട് ബാക്കി എന്തെങ്കിലും ഒന്നിച്ചു. വീട്ടിലെത്തിയ മന്ത്രി മിഥുന്റെ കുടുംബത്തിന് KSEB പ്രഖ്യാപിച്ച ധനസഹായവും കൈമാറി. കോവൂർ കുഞ്ഞുമോൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോവൻ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മുക്കടവ് പാലത്തിൽ വൺവേ ബോർഡ് സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിലാണ് മുക്കടവ് പാലം. പുതിയ പാലം നിർമ്മാണത്തിന് ശേഷം വൺവേ സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പത്തനാപുരത്തേക്കുള്ള യാത്രയിൽ വൺവേ ആണെന്നറിയാതെ പുതിയ പാലത്തിലേക്ക് കടന്നു വരുന്നത് പതിവ് കാഴ്ചയാണ്. ഇത് വലിയ അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത്. പാലത്തിന് സമീപത്തായി അടിയന്തരമായി വൺവേ ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. പുനലൂരിൽ നിന്ന് പത്തനാപുരത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പഴയ പാലത്തിലൂടെയും പത്തനാപുരത്ത് നിന്ന് പുനലൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയുമാണ് കടന്നു പോകേണ്ടത്. യാത്രക്കാർക്ക് കാണുന്ന രീതിയിൽ വൺവേ ബോർഡ് ഇതുവരെയും സ്ഥാപിക്കാത്തത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇതിന് ഉടനടി പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടത്തുവള്ളത്തിലെ യാത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ കവചമൊരുക്കി അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ. പാട്ടത്തിൽ കടവിൽ നിന്നും കടത്തുവള്ളത്തിൽ യാത്ര ചെയ്ത് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠനം നടത്തുന്ന കുട്ടികൾക്കാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ലൈഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്തത്. പാട്ടത്തിൽ കടവിൽ നിന്നും കടത്തുവള്ളത്തിൽ യാത്ര ചെയ്ത് അഴീക്കൽ സ്കൂളിൽ പഠനം നടത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ലൈഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്തത്. AGHS അലുമിനി അസോസിയേഷനാണ് ലൈഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്തത്. ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ശശികുമാർ ലൈഫ് ജാക്കറ്റ് വിതരണവും ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്തു. ഇതിനോടൊപ്പം നമ്മളോട് ഒരുമിച്ച് മുന്നേറുന്ന അലുമിനി അസോസിയേഷന്റെ ഭാരവാഹികൾ അംഗങ്ങൾ നൽകുന്ന മികച്ച പിന്തുണ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ആവശ്യമുള്ള അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ധൈര്യവും ഒരു ഉന്മേഷവും എല്ലാം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ അംഗങ്ങൾ ഓരോരുത്തരും നൽകുന്ന മികച്ച പിന്തുണ എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടികളുടെ സുരക്ഷിതം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതം മുൻനിർത്തി. നീന്തൽ പരിശീലകനായ സിക്സർ ബാബു ബോധവൽക്കരണ ക്ലാസ് നടത്തി.
കടത്തുവള്ളത്തിലെ യാത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം നൽകുമെന്ന് സിക്സർ ബാബു പറഞ്ഞു. SSG ചെയർമാൻ ബിനു, PTA വൈസ് പ്രസിഡന്റ് രാഖി, പ്രഥമാധ്യാപിക സ്മിത, സ്കൂൾ സുരക്ഷാ സമിതി കൺവീനർ കലമോൾ, സീനിയർ അസിസ്റ്റന്റ് ശ്രീജ, സുജാരാജ്, സജിക്കുട്ടൻ, മോഹൻദാസ്, റാണി തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സ്കൂളിന്റെ സാമ്പത്തിക ബജറ്റ് നമുക്ക് ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. രക്ഷിതാക്കളോട് വാങ്ങിക്കാൻ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ എന്തിനും നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് ഇപ്പോൾ 2-2.5 വർഷമായിട്ട് നമ്മുടെ സ്കൂളിന്റെ നട്ടലായി തന്നെ നിൽക്കുന്ന അലൂമിനി അസോസിയേഷനാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കുപ്പിച്ചില്ല് ശേഖരിച്ച് കയറ്റി അയച്ചു. തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിച്ച കുപ്പിച്ചില്ലുകളാണ് സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയത്. ഹരിതകർമ്മസേന പ്രവർത്തന കലണ്ടർ പ്രകാരം വീടുകളിൽ നിന്നും ശേഖരിച്ച് പഞ്ചായത്ത് അംഗങ്ങളുടെ സഹായത്തോടുകൂടി ഒരു സ്ഥലത്ത് ശേഖരിക്കുകയും അവിടെ നിന്ന് സ്വകാര്യ ഏജൻസിക്ക് കൈമാറുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം അത് പുറത്തുള്ള ഏജൻസി വന്നത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ അത് കയറ്റി തുടർ നടപടിക്ക് വേണ്ടി അത് കൊണ്ടുപോയിരിക്കുകയാണ്. തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന 46 ഹരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്ത് നൽകിയിട്ടുള്ള ട്രോളിയിലും പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ടുമാണ് വാർഡുകളിലെ കേന്ദ്രീകൃത സ്ഥലത്ത് കുപ്പിച്ചില്ലുകൾ എത്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിൽ 2 ദിവസം കൊണ്ട് ടൺ കണക്കിന് കുപ്പിച്ചില്ലാണ് കയറ്റിവിടുന്നത്. തേവലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ബി രാധാമണിയുടെ ഇടപെടൽ മൂലമാണ് സ്വകാര്യ ഏജൻസി സൗജന്യമായി കുപ്പിച്ചില്ലെടുക്കുന്നത്. വിഒമാരായ വിനായക, സബീന, ഹരിതകർമ്മ കൺസോർഷ്യം ഭാരവാഹികളായ അജിതകുമാരി, ഷേർലി, സജിനി, രജനി എന്നിവർ കുപ്പിച്ചില്ല് കയറ്റിവിടുന്നതിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നുപോയിട്ടും തിരിഞ്ഞു നോക്കാതെ KSEB അധികൃതർ. വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയാണ് അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. പത്തനാപുരം വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയാണ് അപകടകരമായ രീതിയിൽ വൈദ്യുതി കമ്പികൾ കടന്നുപോകുന്നത്. LKG മുതലുള്ള വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. സ്കൂൾ പ്രഥമാധ്യാപക ഇത് സംബന്ധിച്ച് നിരവധി തവണ KSEB അധികൃതർക്ക് പരാതി നൽകി. എന്നാൽ അവർ സ്ഥലത്തെത്തുകയോ പരിഹാരം കാണുകയോ ചെയ്യാൻ തയ്യാറായിട്ടില്ല. തേവലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോയ വൈദ്യുതി കമ്പിയിൽ തട്ടി വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടായി. എന്നിട്ടും വലിയകാവ് സ്കൂളിലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ KSEB അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. രക്ഷിതാക്കളാകട്ടെ ഭയത്തോടെയാണ് വിദ്യാർത്ഥികളെ ഇപ്പോൾ സ്കൂളിലേക്ക് അയക്കുന്നത്. പ്രശ്നത്തിന് KSEB അധികൃതർ പരിഹാരം കാണണമെന്ന് പത്തനാപുരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധീർ മനയിൽ ആവശ്യപ്പെട്ടു. ഈ ഹൈസ്കൂളിലെ സ്കൂൾ ബിൽഡിങ്ങിന് തൊട്ട് മുകളിലൂടെ ഏതാണ്ട് 2.5 അടി മാത്രം ഉയരത്തിൽ ബിൽഡിങ്ങും ലൈനുമായും മാത്രം വ്യത്യാസമുള്ള തരത്തിൽ ലൈൻ കടന്നു പോവുകയാണ്. ഇലക്ട്രിസിറ്റി ലൈൻ കടന്നു സ്കൂളിലേക്കുള്ളതും തൊട്ടടുത്തുള്ളവർക്കുമൊക്കെ ആയിട്ടുള്ള ലൈൻ. ഗവൺമെന്റ് ഹൈസ്കൂളായ വലിയകാവ് സ്കൂളിലെ HM KSEB-കാരോട് പരാതി പറഞ്ഞിട്ടും ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നേ ദിവസം വരെ യാതൊരു നടപടിയും ഈ KSEB എടുത്തു. KSEB പിറവന്തൂർ സെക്ഷൻ പരിധിയിലെ KSEB-യുടെ പരിധിയിലുള്ളതാണ്. ലൈൻ പട്രോളിംഗ് അടക്കം നടത്തുന്നു എന്ന് KSEB അവകാശപ്പെടുമ്പോഴും വീണ്ടും ഒരു ദാരുണ അന്ത്യം ഉണ്ടാകുന്നതുവരെ ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് ഇത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. വളരെ അടിയന്തരമായി ബഹുമാനപ്പെട്ട KSEB ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ സ്കൂളിന് മുകളിലൂടെയുള്ള ലൈൻ ഒരു കേബിൾ ആക്കിക്കൊണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളോ മറ്റോ ആക്കിക്കൊണ്ട് അപകടം ഒഴിവാക്കാനുള്ള നടപടി KSEB-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. ചുവപ്പ് സേന പരേഡോടെ CPI ജില്ലാ സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. പൊതുസമ്മേളനം CPI ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്തു. രാജ്യമാകെ ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുകയും അതേസമയം അവർക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന BJP-യുടെ ഇരട്ട മുഖം തെളിഞ്ഞതായി D. രാജ. പൊട്ടിവീണ വൈദ്യുതി കേബിളിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികർക്ക് പരിക്ക്. ശാസ്താംകോട്ട കരുനാഗപ്പള്ളി റോഡിൽ മൈനാഗപ്പള്ളി പുത്തൻ ചന്തയിലായിരുന്നു അപകടം. തടവ സ്വദേശികളായ സഹോദരങ്ങൾക്കാണ് പരിക്കേറ്റത്. ഭരണികാവിൽ ഗതാഗത പരിഷ്കാരം പ്രാബല്യത്തിൽ. ശാസ്താംകോട്ട പഞ്ചായത്ത്, പോലീസ്, ഗതാഗത വകുപ്പ് എന്നിവ സംയുക്തമായാണ് പരിഷ്കാരം നടപ്പാക്കുന്നത്.
ജംഗ്ഷനിൽ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിച്ചു. കാർട്ടൂണിസ്റ്റ് ശങ്കർ അനുസ്മരണം കായംകുളത്ത്. ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി എൻ ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചനയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.